ഗുരുക്കന്മാർ സാധാരണ ഒരു 10 വാക്ക് സയൻസിൻ്റെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണ എല്ലാം അബദ്ധമാണ്. പക്ഷേ അത് തുടങ്ങുമ്പോൾ ഈ വാക്ക് അങ്ങോട്ട് ഇട്ടതുകൊണ്ട് എല്ലാവരും അത് മുഴുവൻ അങ്ങ് ബിലീവ് ചെയ്യും. പറയുന്നത് മനസ്സിലായോ? ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സെൻറ്ററിൻ്റെ പേര് തന്നെ സെൻറ്റർ ഫോർ, ഇതൊരു യോഗ റിസർച്ച് ഫൗണ്ടേഷനായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. അവിടെ ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട, പ്രാക്ടീസ് യോഗ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് തന്നെ EEG എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വ്യത്യാസമുണ്ടോ ഇല്ലേ. ഇൻ ഷോർട്ട്, ടുഡേ വിത്ത് മോഡേൺ സയൻസ് നോബഡി ക്യാൻ ഫേക്ക് സമാധി. വ്യത്യാസം വരും. ഉടനെ MRIയിൽ നോക്കിയാൽ അറിയാം ചുമ്മാ ഇരിക്കും പറയുന്നതാണോ. Swami Vivekananda, അതെ, who went to the very famous Chicago address, അതെ, he spoke about the mother of all religions. Appa ee oru term something mother of all religions ennu parayunnu, first and foremost, from whatever you say, it cannot be called a religion in UK. Adilippo there are different streams of thought rather than religions, like you're right. ഇത് എത്രത്തോളം rooted ആണ് ഈ the mother of all religions in them, because if you look at this different schools of thought in Hinduism itself, you find Nirgunopasana, Dvaita. ഇസ്ലാം പറയുകയാണെങ്കിലും അതിൽ ദ്വൈതമാണ്. ഒരു കറക്ഷൻ ഉണ്ട് അതിനകത്ത്. ഇസ്ലാമിലെ അല്ലയും വേദാന്തത്തിലെ പരബ്രഹ്മവും ഒന്നല്ല, കോൺസെപ്റ്റ് വേറെ വേറെയാണ്. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, my question is, isn't it all one and the same, like in the sense it is not one, derived from the same source, like not necessarily. എൻ്റെ അഭിപ്രായത്തിൽ സ്വാമിജി റിലിജൻ എന്നവിടെ യൂസ് ചെയ്ത വേർഡ് ഉണ്ടല്ലോ. കാരണം അന്ന് അവിടെ US ചെന്ന് സംസാരിക്കുമ്പോൾ വേറെ ടേംസ് ഒന്നും ഉപയോഗിച്ചാൽ അവർക്കൊന്നും പിടിയിട്ടില്ല. ഇപ്പോൾ റിലിജൻ ഒരു ജനറൽ ടേമായിട്ട് ഉപയോഗിച്ചാണ്, നോട്ട് ആസ് എ സ്പെസിഫിക് ടേം. ഒന്ന്. രണ്ടാമത്, സ്വാമിജി വാസ് എ വെരി ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ. അദ്ദേഹം തന്നെ ബ്രാഹ്മണനല്ലായിരുന്നു, അത് കായസ്ഥനായിരുന്നു. മനസ്സിലായി? ആൻഡ് ഹി വാസ് എ വെരി ഓപ്പൺ മൈൻഡഡ് പേഴ്സൺ ഹൂ അപ്രീഷിയേറ്റഡ് ഓൾ സ്കൂൾസ് ഓഫ് തോട്ട്. അപ്പോൾ അങ്ങനെ ഉള്ള എല്ലാ സ്കൂൾസ് ഓഫ് തോട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്താലേ അത് സനാതനം എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ജെയിൻസില്ലേ, അവർ ഹിന്ദുസ് ആണെന്ന് അവർ അഡ്മിറ്റ് ചെയ്തു, പക്ഷേ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് ഹോൾ സ്ട്രക്ചർ. അഷ്ടാംഗയോഗം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ജെയിൻസാണ്. മനസ്സിലായി? ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നു, നമ്മളത് ശൂന്യവാദം, നമ്മുടെ പൂർണ്ണവാദം, ഇങ്ങനെയൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബേസിക്കലി ഈസ് ദി സെയിം സ്ട്രീം. ഇപ്പോൾ ബുദ്ധന് വെസ്റ്റിൽ ലോട്ടസ് പോസ്ചർ എന്ന് പറയുന്ന പദ്മാസനത്തിനെയാണ്. അപ്പോൾ ബുദ്ധൻ ഇരിക്കുന്നത് ലോട്ടസ് പോസ്ചർ. അപ്പോൾ യോഗിയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലല്ലോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ബുദ്ധന് ചെയറിലിരുന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, അന്ന് ചെയറില്ല, പക്ഷെ പറയാണ് പദ്മാസനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം റൂട്ടഡ് ഇൻ ദ ഏൻഷ്യൻ വിസ്ഡം ടീച്ചിങ്സ്. എക്സ്റ്റേണൽ റിലിജൻ അല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ദ കോൺസെപ്റ്റ്, ഐ ഹാവ് സ്റ്റഡീഡ് ബോത്ത്, സോ പീപ്പിൾ ഹാവ് ദിസ് ഇല്യൂഷൻ ദാറ്റ് ഇറ്റ് ഇസ് ദ സെയിം. അല്ല. കാരണം അല്ല എന്ന് പറയുന്നത് നിരാകാരമാണെങ്കിലും നിർഗുണമല്ല. അല്ലാതെ ദേഷ്യമൊക്കെ, ഒരു മിനിറ്റ്, ദേഷ്യമൊക്കെ വരും. കോൺട്രഡിക്ടറി ആണ്, പക്ഷെ എങ്ങനെയാണ് ദേഷ്യം വരും. ആരെങ്കിലും തെറ്റ് ചെയ്ത് പിടിച്ചിടിയൊക്കെ കൊടുക്കും. അല്ല, ഇടിയല്ല പറയാണ്. പിന്നെ എല്ലാവരും ഫോളോ ചെയ്താൽ അല്ല ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നത് അദ്വൈതമല്ല. ഇതിൻ്റെ അർത്ഥം അല്ല എന്ന് പറയുന്ന വാക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ദൈവമേ ഉള്ളൂ എന്നാണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ മുഹമ്മദ് ദൈവമല്ല, മെസ്സഞ്ചറാണ്. അതുകൊണ്ട് അവരെന്നും 5 നേരം വാങ്ങി വിളിക്കുമ്പോൾ പ്രത്യേകം മെൻഷൻ ചെയ്യും മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മെസ്സഞ്ചർ ഓഫ് അല്ലാഹാണ്. അദ്വൈതമെന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആദിശങ്കർ ഭഗവത്പാദ്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ സുപ്രീം ബ്രഹ്മൻ. അദ്ദേഹത്തിന് നമ്മൾ കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല, പ്രേ ചെയ്യാനും പറ്റില്ല, ഗുണമില്ല.
ഒരേ ഗുണമുള്ളത് ആനന്ദമാണ്, പരമാനന്ദം, വേറെ ഒന്നുമില്ല അവിടെ. ഒരു പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, വർഷിപ്പ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സ് കംപ്ലീറ്റായിട്ട് ക്വയറ്റായി കഴിയുമ്പോൾ വാട്ട് റിമെയിൻസ് ഇസ് ദ ബ്രഹ്മൻ. അതും ഇതുമായിട്ട് വ്യത്യാസമില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇല്ലേ? പക്ഷെ ചിലർ തെറ്റിച്ചിങ്ങനെ ഇത് അദ്വൈതമാണെന്ന് അവർ പറയുന്നത് ഒരു ഗോഡേ ഉള്ളൂ എന്നും. പക്ഷെ ഈ ഗോഡ് ബ്രഹ്മനല്ല, പരബ്രഹ്മൻ ഓഫ് വേദാന്തം അല്ല. ആ ഒരു കൺസെപ്റ്റിലേക്ക് വരാൻ കുറച്ചും കൂടി ട്രാവൽ എന്നാണ് പറയുന്നത്. Are your teachings based on your experience or ഒരു ദൈവദൃഷ്ടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, is it what you learned from yours? I've also learned a lot. And my master taught me many things. But I still wonder at him because ഉപനിഷത്തൊക്കെ പഠിക്കാനായിട്ട് അദ്ദേഹം പറയും, ഇന്ന് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഇന്ന് കേന ഉപനിഷത്ത് പഠിക്കണം. ഗംഗയുടെ കരയിലിരിക്കുകയാണ്, ഞാനിങ്ങനെ നോക്കുകയാണ്, കേന ഉപനിഷത്ത് എവിടെ? കയ്യിൽ ബുക്കില്ല, ഒന്നുമില്ല. കാല് വേദനെടുക്കുന്നു. അദ്ദേഹം ഹി ടോട്ട് ത്രൂ ബൈ റോട്ട്, മനസ്സിലായോ? അത് ഞാൻ ഒബ്സോർവ് ചെയ്തു. ഇങ്ങനെ പല രീതിയുണ്ട് ടീച്ചിങ്ങിന്. ഒന്ന് നമ്മൾ മറ്റത് നമ്മൾ ഒബ്സോർവ് ചെയ്യുന്നത്, ഇങ്ങനെ കേട്ട് ഒബ്സോർവ് ചെയ്യും. അങ്ങനെ ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ബേസ് ചെയ്യുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. So again, one more thing. ഈ സയൻസ് വേഴ്സസ് സ്പിരിച്വാലിറ്റി എന്നൊരു സംഭവം. Because ഈ സയൻസ് is logic, spirituality is faith. So often the Spirituality is faith, based on faith. അല്ല, at least religion. Religion is yes. So how can a person with a scientific mind be spiritual at the same time? Or Because of the fact that spiritual is not non-scientific, religion may appear to be based on faith. Now, the theory is, നമ്മൾ പറയണ്ട റിലിജ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വേദിക് റിലിജ്യനും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഋഗ്വേദത്തിലെ ഏറ്റവും ഫേമസ് മന്ത്രം എന്തെന്നാണ്? ഗായത്രി. ഗായത്രിയിലെ അവസാനത്തെ സെൻറ്റൻസ് എന്തെന്നാണ്? ധിയോ യോ ന പ്രചോദയാത് മേ മൈ ഇൻ്റലിജൻസ് ബി സ്റ്റിമുലേറ്റഡ്. ഫെയ്ത്ത് ബി സ്റ്റിമുലേറ്റഡ് എന്നല്ല, മേ മൈ ഇൻ്റലിജൻസ് ബി സ്റ്റിമുലേറ്റഡ്. ധിയോ യോ ന പ്രചോദയാത്. അപ്പോൾ തിയറി എന്താണെന്ന് വെച്ചാൽ, there are many things which the ordinary brain in its present capacity can explore. The most intelligent person quickly realizes the limitations of so-called ordinary thinking. There are other modes of thought and experience which are outside the systemic things that we have built up. The way these things go is like, ഇപ്പോൾ നമ്മൾ നോർമലി 4 + 4 8 എന്നുള്ളത് ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്. ഇൻ ദിസ് ഫീൽഡ് 4 + 4 may be 9. You say how? Because it's very similar to quantum. Non-scientifically, the most intelligent person soon realizes the limitations of his so-called pseudo-scientific thought and then goes beyond it. ഫെയ്ത്തിൽ തന്നെ ബേസ് ചെയ്യണമെന്നില്ല. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈപ്പോത്തസിസാണ്. പൈത്തഗോറസ് തീരം ഉണ്ടല്ലോ, പല തീരവും ഇല്ലേ ജോമെട്രിയിൽ, അതിനൊരു ഹൈപ്പോത്തസിസ് ഇല്ലേ? ഹൈപ്പോത്തസിസ് വെച്ചിട്ടല്ലേ പിന്നെ നമ്മൾ ഡ്രോ ചെയ്ത് അതിന് പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ട്രൂ, പ്രൂവ് ചെയ്താൽ ഇറ്റ് ഇസ് ട്രൂ. ഹിയർ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്, നോട്ട് ബിലീഫ്. ഒരുമിച്ച് പോകണം. ഒരു കാലത്ത് എനിക്ക് തോന്നുന്ന പോയിരുന്നു, ഇനിയും അതുപോലെ തിരിച്ചു വരണം. സൂഡോ സ്പിരിച്വാലിറ്റി സയൻസ് എന്ന് പറയുന്നുണ്ട്, അത് സൂക്ഷിക്കണം നമ്മളെപ്പോഴും. എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ ഞാൻ മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, ഒന്ന് വായിക്കണം. അതിൻ്റെ പേര് സയൻസ് ഗുഡ് ബാഡ് ആൻഡ് ബോഗസ് ബൈ മാർട്ടിൻ ഗാർഡനർ, മാത്തമാറ്റീഷ്യനായിരുന്നു. താങ്കൾക്ക് പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു സ്പിരിച്വൽ ലീഡറായിട്ടല്ല കാണാറ്. അതായത് മറ്റേ പരമ്പരാഗതമായിട്ട് എല്ലാവരും കരുതുന്ന പോലെ തടിയൊക്കെ വളർത്തി ശാന്തിയായിട്ട് നടക്കുന്ന ആളല്ല. കൃത്യമായ ലൗകിക ജീവിതമുണ്ട്, അതിൽ
വിവാഹിതനാണ്, പദയാത്ര നടത്തുന്നു കാശ്മീർ മുതൽ അല്ല കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, അതെ. പൊളിറ്റിക്കൽ കില്ലിങ്സിൽ മീഡിയേറ്റർ ആകുന്നു. എന്താണ് ശ്രീഎമ്മിനെ മറ്റ് സ്പിരിച്വൽ ലീഡേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? പരമ്പര സന്യാസിയായിട്ട് കാണുന്നില്ല സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എനിക്കൊരു പരമ്പര ഉണ്ട്. ഞാൻ എൻ്റെ ഗുരുനാഥൻ നാത്ത് സമ്പ്രദായത്തിൽ നിന്നായിരുന്നു. എന്ന് വെച്ചാൽ ഗോരഖ്നാഥ്. അത് അവർ സാധാരണ കാതിൽ ഇതൊക്കെ ഇടും. എന്നെ എക്സെപ്റ്റ് ചെയ്തു. പക്ഷേ നാത്ത് സമ്പ്രദായത്തിൽ കല്യാണം കഴിക്കാത്തവരും ഉണ്ട്, കല്യാണം കഴിച്ച മനുഷ്യരും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരമ്പര ഉണ്ട് എനിക്ക്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പരമ്പര ഇല്ലാതെ ഫങ്ഷൻ ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. കാരണം നമ്മളൊരു പരമ്പര എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്തു പോയാൽ എക്സ്റ്റേണലി അറ്റ്ലീസ്റ്റ് അതുകൊണ്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടില്ല. നമ്മളതിൻ്റെ ആ കൺഫൈൻസിലായിപ്പോവും. അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ വളരെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നോർമലായിട്ട് ജീവിച്ച് പ്രവർത്തിക്കാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പദയാത്ര എല്ലാം ചെയ്യുന്നത്. കാരണം ആത്മനോ മോക്ഷാർത്ഥ ജഗത് ഹിതായച്ച എന്നുള്ള വാക്ക് അത് ഉപനിഷത്തു നിന്നാണ്. ചില ആത്മത്തിൻ്റെ മോക്ഷം മാത്രം നോക്കിയാൽ മനുഷ്യനെ ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. ജഗത് ഹിതായച്ച, ജഗത് ലോകത്തിൻ്റെ ഹിതം കൂടെ ആലോചിച്ചിട്ട് വേണം ജീവിക്കാൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നായാൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു ലൈഫ് ഒരു യോഗിക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പാട്ടാണ്. ഈ സെക്കൻഡ് പാട്ടില്ലേ ജഗത് ഹിതായച്ച എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ബാക്കിയുള്ളവരുടെ ഹിതം നോക്കി അതാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം. എൻ്റെ ഇൻറ്റേർണൽ ആക്ടിവിറ്റീസും മെഡിറ്റേഷനും സ്പിരിച്വൽ പ്രാക്ടീസും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതുവരെ. ശ്രീയം ശരിക്കും ആരാണ്? ഒരു സ്പിരിച്വൽ ഗുരുവാണോ, ഒരു മിസ്റ്റിക് ആണോ, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണോ? ശരിക്കും ആരാണ്? ശരിക്ക് ആരാണെന്ന് വളരെ ഡെപ്തിൽ ചോദിക്കുകയാണെങ്കിൽ ശ്രീയം ഇല്ല, ആത്മാവേ ഉള്ളൂ. പക്ഷേ എക്സ്റ്റേണലി ശ്രീയമ്മ എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം ഒന്ന്, എൻ്റെ പേര് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്ന പേര് മുംതാസ് അലി ഖാൻ എന്നാണ്. എൻ്റെ ആദ്യത്തെ അക്ഷരം എം ആണ്. ഒന്ന്, എൻ്റെ ഗുരു എന്നെ നാത്ത് സമ്പ്രദായത്തിലേക്ക് ദീക്ഷ തന്നപ്പോൾ അദ്ദേഹം ഒരു നാത്ത് പേരിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മധുകർ നാത്ത് എന്ന പേര് വെച്ചു. അദ്ദേഹം എന്നെ മധു എന്നായിരുന്നു എപ്പോഴും വിളിച്ചുകൊണ്ട്. അതും എം ആണ്. പക്ഷേ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ശ്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇൻ ഡെപ്ത് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം. സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ, മലയാളത്തിൽ മനുഷ്യൻ, ഹിന്ദിയിൽ പറഞ്ഞാൽ മാനവ്. ഞാനൊരു മനുഷ്യനാണ്. ഐ ആം ഫ്രീ ഫ്രം ഓൾ അതർ ഡെഫിനിഷൻസ്. ഇതാണ് ശ്രീയം. ഇന്നൊന്ന് പറഞ്ഞോട്ടെ, ശ്രീ എന്നുള്ളത് ആരോ ഫിറ്റ് ചെയ്തതാണ്. എം എന്ന് പറഞ്ഞാലും മതി, ഐ എം ഹാപ്പി. പക്ഷെ ഇങ്ങനെ റെസ്പെക്റ്റ് കൊണ്ട് മിസ്റ്റർ എം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജെയിംസ് ബോണ്ടിൻ്റെ പാസ്സായി പോകും. അതുകൊണ്ട് ഈ മിസ്റ്റർ മാറ്റി പലരും ശ്രീ എന്ന് വിളിച്ചു തുടങ്ങുന്നതുകൊണ്ടാണ് ശ്രീയമ്മായത്. എന്താ ചോദിച്ചത്? സീക്കിംഗ് എല്ലാം സ്പിരിച്വലി സീക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു സ്ഥിതിയിലാണിപ്പോൾ. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ വളരെ ശാന്തവും ഒരു ആനന്ദവും. ഞാൻ ആനന്ദോഹം എന്ന് പണ്ട് ഗോപാലസ്വാമി പറയുമായിരുന്നു. അതുപോലെ ഈ ആനന്ദം ഞാനിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ബാക്കിയുള്ളവരടുത്ത് പകർത്തി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൻ്റെ ധനൻ. എന്താണ് പർപ്പസ് എന്ന് ചോദിച്ചില്ലേ? ഇതാണ് പർപ്പസ്. എനിക്ക് എൻ്റെ ഹൃദയത്തിനുള്ളിൽ അങ്ങനെ ഒരു പരമാനന്ദം എത്താനായിട്ട് സാധ്യമായെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടായിക്കൂടാ, അവരെയും അതിലേക്ക് കൊണ്ടുപോയിക്കൂടെ എന്നുള്ള ഇത്ര ഒരു എയിം മാത്രമേ ഉള്ളൂ ലൈഫിൽ. ബാക്കി ഞാൻ ചെയ്യുന്നതെല്ലാം അതിനോട് ഒരു എന്താ പറയുക,
ഒരു മെയിൻ കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ടുണ്ടല്ലോ, സബ്സിഡറിയാണ്.